ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത്. വാട്ടർ പ്രൂഫാണോ? ഓക്കെ. ഞാൻ കണ്ട കറക്റ്റ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ട കറക്റ്റ് പാർക്കിങ് കണ്ട. ഇതൊക്കെ പഴയ നമ്മുടെ ഇതൊക്കെ നമ്മളെ പഴയ കാലത്തെ വീടുകളാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവന് ക്യാമറയിൽ വരാൻ ചെറിയൊരു താളമുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞ് എല്ലാവരും ഇവിടെ വേറെ 2-3 പേരുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഫുള്ള് ഇവിടെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചെറുക്കൻ്റെ ഒരു റൂമിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. വലിയ സെറ്റപ്പല്ല, പക്ഷെ അവൻ്റെ ഒരു ചെറിയൊരു ലോകം. അതായത് അവൻ ഗെയിം കളിക്കുന്ന ആളാണ്. അവന് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഗൈസ്, ഈ ഇരുട്ടായിട്ട് കിടക്കുന്നത് ഇവിടെ അവന് ഇടാൻ വലിയ താല്പര്യമില്ല. നിൽക്കണ്ട. ഇപ്പോൾ ഇതാണ് അവൻ്റെ PC സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. വളരെ വില കുറഞ്ഞിട്ടുള്ളൊരു ചെറിയ PC സെറ്റപ്പാണ്. അതിനകത്ത് അവൻ മെയിനായിട്ട് കളിക്കുന്ന GTA 5 ഉണ്ട്. അവൻ്റെ ഒരു കുഞ്ഞ് സെറ്റപ്പാണ്. CPU, മോണിറ്റർ, കീബോർഡ് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സെറ്റപ്പാണ്. ഇതുപോലെ ഗെയിം കളിക്കാൻ ഇതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും സെറ്റപ്പിൽ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനും ഗെയിം കളിക്കാൻ പോവുകയാണ്. അപ്പം എനിക്ക് വലിയ ഗെയിം കളിച്ചിട്ടുള്ള വലിയ ഇതില്ല, എന്നാലും ഞാനും ഗെയിം കളിക്കാൻ പോവുകയാണ്. ഞാൻ മെയിനായിട്ട് ഇവനെ കാണാൻ വരുന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്ന വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും വന്നിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ചെറിയ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഗെയിം കളിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വില കൂടിയ ഏതെങ്കിലും ഒരു കാർ എടുക്കുക, റോഡെ പറത്തുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി അല്ലേ? നമ്മുടെ മെയിൻ പരിപാടി അതാണ്. അല്ല, ഇത് കൊള്ളാം കേട്ടോ. ഇത് മപ്പ് സാധനം. ട്രവറിൻ്റെ ആണോ ഇത്? ഗൈസ്, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പൊളി സാധനമാണ്. കാർ ഓട്ടിക്കാൻ എനിക്കൊരു പ്രത്യേക സ്കില്ലുണ്ട് കേട്ടോ ഇതിൽ. നിങ്ങൾ കണ്ടോ? ഗ്യാപ്പൊക്കെ അടിച്ചു പോകും ഞാൻ അതിനകത്തൂടെ. ഗൈസ് കണ്ടോ, ഞാൻ ഗെയിം കളിക്കുന്നതിൽ കുറച്ച്, വണ്ടി ഓടിക്കുന്നതിൽ കുറച്ച് എനിക്ക് ഇതുണ്ട്. അത്യാവശ്യം ഞാൻ കാറൊക്കെ ഓടിക്കുന്നതാണ്. മിഷൻ ഇല്ലേടാ? സൈഡിൽ മണലായതുകൊണ്ട് നമുക്ക് ഇത്തിരി പാടുണ്ട്. നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം. ഗൈസ്, നമ്മുടെ ഇതിലേത് കാർ എടുക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഞാൻ ഇതിലുള്ള നല്ലൊരു കാർ എടുക്കുന്നതായിരിക്കും. നമ്മൾ വണ്ടിയൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ഇടുന്ന രീതിയിൽ പാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ കറക്റ്റ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ട കറക്റ്റ് പാർക്കിങ് കറക്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിൽ എൻ്റെ ഫേവറേറ്റ് കാറ് നമുക്ക് ചുവപ്പ് നമ്മളിങ്ങനെ കാർ എടുക്കുക. ഇപ്പൊ കഷണ്ടിയാണോ? ഇതേത് കാറാണ്? കമന്റ്. കാറടിച്ച് ഓടിച്ച് കാർ എടുത്തിരിക്കുകയാണ്. പരിപാടി കാർ എടുത്ത് കാണാം. പോയി വണ്ടി ഇടയ്ക്ക് കൊണ്ടുവന്ന് കയറ്റിയ എന്റെ ഗെയിം പ്ലേ കൊള്ളാമെങ്കിൽ ഞാൻ PC എടുക്കുന്നതായിരിക്കും കേട്ടോ.
നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ പീസ് എടുക്കുന്നതായിരിക്കും. നമ്മൾ XUV. I like XUV. അത്ര ബ്ലോക്ക് ചെയ്തിരിക്കാം. അവൻ്റെ രണ്ടെണ്ണം കൊടുക്കുക, ഒരു വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. ചെറിയ പരിപാടികളാണ് നമുക്ക്. വലിയ ഇറങ്ങി കൊണ്ടാണ് നടക്കുന്നത്. ഡോറിന്റെ ആവശ്യമില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ ഡോറിൻ്റെ അകത്ത്. നമുക്ക് ഇപ്പൊ കൂടെ പോയിട്ടല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ PC എടുത്ത് ഗെയിം കളിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അടുത്ത് വേറൊരു സാധനം കിട്ടി കേട്ടോ. അതാണ്ട് ഇതൊരു കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് വാട്ടർ പ്രൂഫാണോ? ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും കേട്ടോ. ഇതെത്രടാ? ഇതെത്ര? ഓക്കെ ഗൈസ്, ഇത് അടിച്ചു മാറ്റിയതാണ്. ഇവന് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. എന്നാലും ഒരു 500 രൂപയ്ക്കകത്ത് ആവത്തേ ഉള്ളൂ കേട്ടോ. സാധനം കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഒരു ഷോയ്ക്കൊക്കെ വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളുടെ ഇത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണേ. അത് കഴിച്ച് നമ്മുടെ ഉച്ചത്തെ ഫുഡിൻ്റെ പരിപാടി കണ്ട. നമ്മളെല്ലാവരും കൂടെ ഇവിടെ ചെയ്ത് നമ്മൾ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് പൊറോട്ടയൊക്കെ കഴിച്ച് നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. മനസ്സിലായോ? ഇല്ലേ മോമലെ? നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? പൊറോട്ട, ഗ്രേവി അല്ലേ ആവശ്യേ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പറമ്പിലോട്ട് പോകാം. നമ്മൾ പറമ്പല്ല, നമ്മുടെ വിളയിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ എത്രയോ വർഷങ്ങളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വിളയാണിത്. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസിൻ്റെ വീടാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇതൊക്കെ പഴയ കാലത്ത് വെച്ച വീടാണ് കേട്ടോ. ഇനിയെല്ലാം നമ്മുടെ പുതിയ ജനറേഷൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊളിച്ച് മാറ്റും. കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഇവിടെ നല്ലൊരു പ്രത്യേക തരം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മുടെ ഏരിയയാണ്. ഇത് ഇപ്പം നിൽക്കുന്നതാണ്. ഇതാണ് എൻ്റെ പറമ്പ്. എൻ്റെ വിളയെന്ന് പറയും ഈ നിൽക്കുന്നത്. ഇത് കണ്ട ഈ മുകളിലോട്ടൊക്കെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന ഇതാണ് ഞങ്ങളുടെ വിള. ഇത് കണ്ട ഇതൊക്കെ ഇത് എൻ്റെ കൊച്ചിച്ചൻ്റെ വിളയാണ്. അവർ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നല്ല കാടൊക്കെ കയറി കിടപ്പുണ്ട്. വർഷങ്ങളായി ഇങ്ങോട്ടൊക്കെ കയറിയിട്ട്. ദിസ് ഈസ് നമ്മുടെ വിള. ഈ കാണുന്നതാണ് നമ്മുടെ വിള. പിന്നെ ഇതിന് തൊട്ട് താഴെയാണ് ഞങ്ങളുടെ വീട്. ഇതിനപ്പുറത്തെ സൈഡ് ഇത് ഫുള്ള് ഈ ലൊക്കേഷൻ ഫുള്ള് നമ്മുടെ കസിൻസ് ബ്രദേഴ്സിൻ്റെ ഒക്കെ സ്ഥലമാണ്. പഴുത്താ? ഓക്കെ, നമ്മുടെ താണ്ട 3 പേര് നിൽപ്പുണ്ട് ചക്ക വറക്കാൻ. പഴുത്തങ്ങി അടത്തോ? അത് ആരാണ്? ഇതാ പഴുത്തങ്ങി അടത്തോ? നമ്മുടെ പറയുന്നത് ചക്ക അടക്കുന്നതിന് ഇങ്ങനെ. ഇവിടെ പഴുത്താ? നല്ല പുതുക്ക, നല്ല പുതുക്കന്ന് ചക്ക. ഇത് കൂഴ വരിക്കേ ചക്ക. കാണുന്ന വീടാണ് നമ്മുടെ PC എന്നേ പറയുള്ളൂ. അവന് കമ്പ്യൂട്ടർ. ഇത് കൂഴയാടാ? കൂഴ നിനക്ക് വല്ലതും അറിയാം? നോക്ക്, തിന്നതാ. പക്ഷെ ഇനിപ്പില്ല. കൊള്ളൂലേടാ? കൊള്ളത്തില്ല കേട്ടോ ഇത്.
ചക്ക. കൊള്ളാണോ ഇത്? ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഈ പുറത്തുള്ളത് അലിമ്പന്നേ ഉള്ളു, പക്ഷെ ഇങ്ങോട്ടുള്ളതെല്ലാം കൊള്ളാണ്. കൊള്ളാം. നല്ല ടേസ്റ്റ് മയില്. നല്ല ടേസ്റ്റ് ഉണ്ട്. അലസന്ദ്ര വേട്ടക്കാരനാണ്. മറ്റേ പറ പിടിക്കാൻ നമ്മളെ കണ്ണൻ വന്നിരിക്കുകയാണ്. കണ്ണൻ ഇവനെ പണ്ട് കാട്ടിലെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. കാട്ടിലെ കണ്ണൻ 2x എടുത്ത ഗൈസ്. കാട്ടിലെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. കാട്ടിലെ കണ്ണൻ. ഇതാണ് നമ്മളെ കൂട്ടത്തിലെ എടുക്കുന്ന മത്സരം. തന്തയാണ് കുറച്ചൊന്ന് തന്തയോ. നീ പിടിച്ചിരിക്കുന്നതാണ് തേക്ക്. തേക്ക് തേക്ക് തേക്ക്. അവന് മാതി. ഇതെന്താ ഈ ചെടി എന്താ കാണാ? ആത്തി 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 തന്നെ. ഇതെന്തര് ഇതെന്തരെന്നറിയാ? ഇതെന്താണെന്നറിയാ? ഇതെനിക്കറിയാം. മറ്റേ ഇതല്ലേ മറ്റേ ഈ ഒരു മറ്റേ റംബൂട്ടാൻ. റംബൂട്ടാൻ എങ്ങനെ ഇരിക്കുന്നു? ഇതെങ്ങനെ ഇരിക്കുന്നു? ഇത് മറ്റേതാ? മറ്റേ ഒരുമാതിരത്തെ കാ വരുമല്ലേ ഇതില്? മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാം. ഇത് റംബൂട്ടാൻട്രാ. ഇത് റംബൂട്ടാൻട്രാ. റംബൂട്ടാൻ അല്ല, ഇത് മറ്റേ മറ്റേ സാധനം. റംബൂട്ടാൻ റംബൂട്ടാൻ തോന്നിക്കുന്ന അവിടെ നിൽക്കുന്നത് റംബൂട്ടാൻ. ഇതെന്താണെന്നറിയാം? മറ്റേ ഒരു തൂങ്ങിയ ഒരു കാ കിടക്കുമല്ലേ എല്ലാരും ഇങ്ങനെ പറിച്ചു കളയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കൊക്കോ എന്നല്ല. ഇതാണ് ഗൈസ് കൊക്കോ മരം. കൊക്കോ 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 കൊക്കോ. കാപ്പിക്ക. ഇത് ഏതാണ്? കാപ്പിയാ? എടാ പോടാ, അപ്പൊ നിനക്കാണ് മിസ്റ്റേക്ക്. ശരിക്കും നമ്മൾ ആൾ താമസമില്ല. നമ്മളിവിടെ ഈ വിളയുടെ തൊട്ടപ്പുറത്ത് വലിയ പാറയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പോകാറില്ല അവിടെയൊന്നും. ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ഇതാണ്. ജീവൻ കൊണ്ട് ഇതൊക്കെ പഴയ നമ്മുടെ ഇതൊക്കെ നമ്മളെ പഴയ കാലത്തെ വീടുകളാണ്. ഇതാണ്ടോ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാം പഴയ കാലത്തെ വീടുകളാണ്. ഇതൊക്കെ പഴയ കാലത്ത് പുരാതനമായിട്ടുള്ള നമ്മൾ വന്ന വഴി താണ്ട ഇതാണ്. അതാണ് ആ കാണുന്ന എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ചുമ്മാ ചേട്ടാ പഴയ നമ്മുടെ വീടിനും പഴയ കാലത്തെ വീടുകളും ചുമ്മാ ചേട്ടാ ഇങ്ങോട്ടോ. വീട്ടിനകത്താ പോടാ ചേച്ചി. ഇത് പഴയ കാലത്തെ കിണറിനോട് ചേർന്നിട്ട് താണ്ട് ഇവിടെ ഒരു ഇത് കാണുന്നില്ല. ഇത് ഇവിടുന്ന് വെള്ളം കോരി ഇതിനകത്തോട്ട് വീഴ്ത്തുമ്പോഴത്തേക്ക് ബാത്റൂമിനകത്തുള്ള ആളിന് വെള്ളം കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ പഴയ കാലത്തെ സെറ്റപ്പാണ് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതൊക്കെ വളരെ വളരെ പഴയ കാലത്തുള്ള ഒരു സംഭവമാണ്. 10 വർഷം മുമ്പുള്ള താഴേക്ക് കണ്ടോ താഴേക്ക് ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മുടെ കണ്ണൻ എന്ന് പറയുന്നത്. ഇവന്റെ ഈ കാണുന്ന ഇവന്റെ വിളയാണ് ഇത് ഈ കാണുന്നതൊക്കെ. നമ്മൾ തിരിച്ചതാണ്ട് ഇവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളെ പരിപാടി അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ബെല്ലടിക്കണ്ട. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ചാനൽ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ ഓക്കെ.